ലോകത്തിലെ ഏറ്റവും മോശം സൂപ്പർ ഹീറോ ടീമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർ പവറുകൾ ലഭിച്ചതായി മനസ്സിലായാൽ എങ്ങനെയിരിക്കും? കേൾക്കാൻ അതിഗംഭീരമാണല്ലേ? പക്ഷേ അത് ചേനിക്ക് സംഭവിച്ചപ്പോൾ കാര്യങ്ങൾ അത്ര സിമ്പിൾ ആയിരുന്നില്ല. ഈ പെൺകുട്ടി സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മുത്തശ്ശിയുമായുള്ള വഴക്കിനെക്കുറിച്ചും ചിന്തിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു മനുഷ്യ GPS തകരാറിലാകുന്നത് പോലെ ഇടയ്ക്കിടെ അപ്രത്യക്ഷയായി മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. ഒരു നിമിഷം അവൾ അലമാരയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കും, അടുത്ത നിമിഷം അവൾ എവിടെയോ വേറൊരു സ്ഥലത്ത്. സത്യത്തിൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൾക്കു തന്നെ അറിയില്ല. ഇതിനിടെ അവളുടെ സുഹൃത്തായ റോബിൻ തനിക്ക് അസാധാരണമായ ശക്തിയുണ്ടെന്ന് കണ്ടെത്തുന്നു. എങ്ങനെയാണവൻ അത് മനസ്സിലാക്കിയത്? ഒരു ട്രെയിൻ നിർത്തിയോ, ഒരു നഗരം രക്ഷിച്ചോ, ഒരു വില്ലനോട് പോരാടിയോ അല്ല. അവന് ദേഷ്യം വന്നു. അവൻ മതിലിൽ ഒരടി കൊടുത്തു. മതിലിൽ ഒരു വലിയ ദ്വാരമുണ്ടായി. അഭിനന്ദനങ്ങൾ റോബിൻ. റോബിൻ അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുന്നു. നിന്റെ ആദ്യ സൂപ്പർ ഹീറോ മിഷൻ സ്വന്തം വീടിന്റെ റിപ്പയർ ബിൽ കൂടിയാണെന്ന് അവൻ ആലോചിച്ചില്ല. പിന്നെ വരുന്നത് ഗ്യോണുൻ. പറക്കാനോ അദൃശ്യനാകാനോ ഉള്ള ശക്തിയല്ല അയാൾക്ക് കിട്ടിയത്. പകരം ചുറ്റുമുള്ള സാധനങ്ങൾ എല്ലാം അയാളോട് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. ഭാര്യയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ ഫോൺ ഒരു കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു. കാർ ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് മറ്റേ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് സൂപ്പർ ഹീറോ ആകണോ, ഫെവിക്കോൾ പരസ്യത്തിൽ അഭിനയിക്കണോ എന്നറിയാത്ത അവസ്ഥയാണ്. ഇതെല്ലാം പോരെന്ന പോലെ ഉൻജിയോങ് എന്ന ഒരു സർക്കാർ ജീവനക്കാരൻ ഇവരുടെ പിന്നാലെ നടക്കാൻ തുടങ്ങുന്നു. കാരണം അയാൾ സ്വന്തം കണ്ണുകൊണ്ട് ചേനി മരിക്കുന്നത് കണ്ടു. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ ജീവനോടെ തിരിച്ചു വന്നു. ഇപ്പോൾ അയാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനേക്കാൾ കൂടുതൽ ഒരു കൺഫ്യൂസ്ഡ് ഡിറ്റക്റ്റീവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ കൂട്ടം ചരിത്രത്തിലെ ഏറ്റവും തയ്യാറെടുപ്പില്ലാത്ത സൂപ്പർ ഹീറോ ടീമാകാം. അവർക്ക് സ്വന്തം ശക്തികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല. അവ എവിടെ നിന്ന് വന്നു എന്നും അറിയില്ല. ലോകത്തെ എങ്ങനെ രക്ഷിക്കാം എന്നത് പറയേണ്ടതേയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ പ്രശ്നങ്ങളെ തേടി പോകുന്നില്ല, പ്രശ്നങ്ങളാണ് ഇവരെ തേടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിചിത്ര സൂപ്പർ ഹീറോ ടീമിന്റെ സാഹസിക യാത്ര ഇപ്പോഴാണ് ശരിക്കും ആരംഭിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.